നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് മാനേജ് ചെയ്യാം. അതിനു മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 17,400 മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു, നിഫ്റ്റി 17,400 മുകളിലെ ഒരു ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സെന്റിമെന്റിനുള്ള ഒരു സാധ്യത. 17,300 താഴെ വന്നാൽ മാത്രമാണ് ഷോർട്ട് സെന്റിനുള്ള സാധ്യത വരുന്നത്. കഴിഞ്ഞ ആഴ്ച തുടക്കം മുതൽ തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു നിഫ്റ്റി നിലനിന്നിരുന്നത്. പക്ഷെ അവസാനത്തെ ഒരു ദിവസമായിരുന്നു നിഫ്റ്റിയുടെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലും വന്നിരുന്നത്. അതിനുശേഷം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,585 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് പോയതിനു ശേഷം 36,800 900 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അതിന്റെ മുകളിൽ പോയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. 37,811 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരും ആഴ്ചയിൽ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിയെയും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലെവൽ വെച്ചിട്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് നിഫ്റ്റി നിലനിന്നിരുന്നത്. അവസാനത്തെ ദിവസം ഇൻട്രാഡേ ലെവൽ പറഞ്ഞിരുന്നു നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് വരുന്നത് 17,600 കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഇൻട്രാഡേ ലെവൽ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റേഞ്ചിന്റെ താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ റേഞ്ചിന്റെ താഴത്തേക്ക് ഒരു ഹോൾഡിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് നിഫ്റ്റി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ താഴെ നിലനിന്നത് തന്നെ ബയേഴ്സ് ആക്റ്റീവ് ആവാതിരിക്കുക. ബയേഴ്സ് ഇനി വരും ദിവസത്തെ ഒരു ലെവലുകൾ ശ്രദ്ധിക്കുക. അതിന്റെ മുകളിലേക്ക് മൂവ്മെന്റ് നടത്തിയാൽ മാത്രമാണ് ഒരു ബൈയുടെ സാധ്യത വരുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യതയാണ് മാർക്കറ്റിൽ കാണിച്ചിരുന്നത്. മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും പറഞ്ഞിരുന്നു, ഹൈ ബീറ്റ സ്റ്റോക്സ്. എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ സ്റ്റീല്, ജിന്ദാൽ സ്റ്റീല്, അദാനി, ഇതിലൊക്കെ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ബജാജ് ഫിനാൻസ്, ഇതിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനത്തെ ദിവസത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ തുടക്കത്തിൽ തന്നെ എല്ലാവരുടെ പറഞ്ഞിരുന്നു, അത്തരം സ്റ്റോക്കുകൾ തൽക്കാലം എടുക്കുന്നത് ഒഴിവാക്കുക. ഇൻ കേസ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. പക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനത്തിലാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്, ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. പിന്നെ അതുപോലെ തന്നെ ലോവർ ലെവലിലായാലും നിഫ്റ്റിക്കായാലും തിരിച്ചു കയറാനായിട്ടൊരു സാധ്യത ഏതൊക്കെയാണ് സപ്പോർട്ട് ലെവൽ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി ഈ ഒരു മൂവ്മെന്റ് വലിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ലോവർ ലെവലിലായാലും താഴത്തേക്ക് വരുമ്പോൾ സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് എപ്പോഴും റീറ്റെയിലേഴ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു രീതിയല്ല. താൽക്കാലികമായിട്ടൊരു കയറ്റം മാത്രമായിരിക്കും നിഫ്റ്റിയിലായാലും ഇൻ കേസ് സപ്പോർട്ട് ലെവലിൽ നിന്നായാലും ലഭിക്കുന്നത്. കാരണം എല്ലാ സമയത്തും മാർക്കറ്റിൽ ഡിപ്പിൽ ബൈ ചെയ്യുന്ന ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സക്സസ് ആവില്ല. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇത്രയും ഒരു ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാതെ നിലനിൽക്കുന്ന ഒരു സമയത്ത് നിഫ്റ്റിയിൽ ലോവർ ലെവലിൽ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇൻട്രാഡേയിൽ മാത്രമായിട്ട് ബൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പൊസിഷൻസ് പരമാവധി ഹോൾഡ് ചെയ്യാതായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വരും ആഴ്ചയിലായാലും നമുക്കൊരു റെസിസ്റ്റൻസ് കാണുന്നത് 17,700 അതുപോലെ തന്നെ വരും ആഴ്ചയിലെ സപ്പോർട്ട് കാണുന്നത് 17,400. അപ്പോൾ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബയേഴ്സ് ആയാലും നേരത്തെ പറഞ്ഞ പോലെ ലോവർ ലെവൽ സപ്പോർട്ടിൽ നിന്നെല്ലാം തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോ ലോവർ ലെവൽ സപ്പോർട്ടിലും ബൈ ചെയ്യാനായിട്ട്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റിലായാലും ബൈ ലഭിക്കാത്ത ആളുകളായാലും ലോവർ ലെവൽ സപ്പോർട്ട് വരുന്ന ഒരു സമയത്ത് ബൈ ചെയ്യാനായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഓരോ സപ്പോർട്ടിൽ നിന്നും തിരിച്ചു കയറാനായിട്ട് സാധ്യത കാണിക്കും. അപ്പോൾ വരും ആഴ്ചയിലായാലും നിഫ്റ്റിക്ക് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കണമെങ്കിൽ നിലനിർത്തേണ്ട സപ്പോർട്ടാണ് 17,700. 17,700 മുകളിലേക്ക് നിഫ്റ്റി നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് ബയേഴ്സ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകേണ്ടത്. ഇൻ കേസ് 17,700 മുകളിലേക്ക് പോയാലും 17,700 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുക.
അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലായാലും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 17,400 ആണ്. അപ്പോൾ ഈ റേഞ്ച് നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ റേഞ്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും ആ ഇൻട്രാഡേ ലെവലുകൾ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ഇൻട്രാഡേ ലെവൽ അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഇൻട്രാഡേ ലെവൽ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും രണ്ട് രീതിയിലാണ് നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ബൈയിലാണ് നിലനിൽക്കുന്നത് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് ആണ് നിലനിർത്തി കാണുന്നത്. പക്ഷേ ഈ ഒരു ലെവല് നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് 37,300. അപ്പൊ 37,300 വരും ആഴ്ചയിലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനമായി ആക്കിയായിരിക്കണം ബാങ്ക് നിഫ്റ്റിയിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കാരണം ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് ആയാലും മുകളിലേക്കുള്ള ഇങ്ങനത്തെ ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് ആയാലും മുൻപും ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ മൂവ്മെന്റ് മാർക്കറ്റ് ശ്രദ്ധിക്കുക. ഈ ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് നടത്തിയതിനു ശേഷമാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിലും താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു ഏരിയയിൽ തന്നെ അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇൻട്രേസ് ട്രേഡിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മൂവ്മെന്റ് ആയാലും ബാങ്ക് നിഫ്റ്റിക്കായാലും ഫെയിലിയറും ആകാം, ചിലപ്പോൾ ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യാം. പക്ഷെ വിദഗ്ധമായിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ഓരോ ദിവസം പറയുന്ന ഇൻട്രാഡേ ലെവലുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പൊ വരും ആഴ്ചയിൽ ഒരു ഓപ്പണിംഗ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ വരും ദിവസത്തെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ വരും ദിവസമായാലും നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് 17,700 മുകളിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവ് മൊമെന്റത്തിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 17,700 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 17,700 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 17,700 ബ്രേക്ക് ചെയ്താൽ തന്നെ ഉടനെ തന്നെ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുക. ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള അതേ റേഞ്ചിന് അടുത്ത് തന്നെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഷോർട്ട് സെല്ലിന് മാത്രമായിട്ട് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിലായാലും താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ലോവർ ലെവലിലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 17,500 530 ആണ്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് റേഞ്ച് കാണുന്നത് 17,400 430 റേഞ്ചാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം 17,500 റേഞ്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം 17,530 മുകളിലേക്ക് നിലനിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ ലോവർ ലെവലിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും നിഫ്റ്റിയിൽ വീക്ക്നെസ് ആണ്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,500 530 അടുത്താണെങ്കിൽ താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഹയർ ലെവലിൽ ഒരു റെഡ് ക്യാനിൽ കാണുമ്പോൾ തന്നെ അതിന്റെ ഹയർ ലെവലിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നിഫ്റ്റി ഈ റേഞ്ചിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നത് ഇൻ കേസ് ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം മാർക്കറ്റ് നിലനിൽക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്തൊരു രീതിയിലാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് നിലനിന്നിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുൻപത്തെ ആഴ്ചയിലും ഒക്കെ വേൾഡ് മാർക്കറ്റിലെ എല്ലാ മാർക്കറ്റുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴും നിഫ്റ്റി മാത്രമാണ് ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് നിലനിന്നിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും 17,500 താഴത്തേക്കുള്ള ഒരു ഹോൾഡിങ് കുറച്ചും കൂടി ഒരു വീക്ക്നെസ്സിന് ഒരു സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞിരുന്നു 17,600 ആണ് നിഫ്റ്റിയുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്ന ഇൻട്രാഡേയിൽ. ആ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ കുറച്ച് സമയമെങ്കിലും ആ ഒരു ബൈ ട്രെൻഡിൽ നിലനിന്നത് പോലും 17,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് നിലനിന്നിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുകയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചിരുന്നത്.
ബൈ ചെയ്യുന്ന ഒരു ഏരിയകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിട്ട് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. എപ്പോഴും നമുക്കൊരു സക്സസ് ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും മൊമെന്റം, മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം എപ്പോഴും എൻട്രി വരുന്നത്. അതിനെയാണ് ഒരു ഹൈ പ്രോബബിലിറ്റി എൻട്രി ലെവൽസ് എന്ന് പറയുന്നത്. അത്തരം ഏരിയകളാണ് നമ്മളത് എപ്പോഴും സജഷൻ നടത്താറ്. ഇൻ കേസ് വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിലായാലും ഈ പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് 1 മിനിറ്റിലോ 3 മിനിറ്റിലോ 5 മിനിറ്റിലോ പോലും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ 17,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ചിന്റെ അടുത്ത് നിന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിൽ, ഏറ്റവും ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോലും ആ ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റിയും അത്യാവശ്യം ഒരു പ്രോഫിറ്റും നിലനിർത്താവുന്ന ഒരു ബൈയുടെ ഒരു ഏരിയ ആയിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാത്രമായിരുന്നു. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ അത് ബ്രേക്ക് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. പറയുന്ന ഒരു ലെവലുകളുടെ ഇമ്പോർട്ടൻ്റ് വളരെയധികം മനസ്സിലാക്കണം. അത് മാർക്കറ്റിന്റെ ഒരു മൊമെന്റം, മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുമ്പോഴാണ് ഇൻ കേസ് ഇൻട്രാ ട്രേഡേഴ്സ് ആയാലും സക്സസ് ആകാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു വെറുതെ ഏതെങ്കിലും ഒരു റേഞ്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്യുറസി ഉണ്ടായിരിക്കില്ല. ഒരുപാട് ട്രേഡുകൾ മിസ്സിങ് വരും, ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ നഷ്ടപ്പെടും. അപ്പൊ ഏറ്റവും കൂടുതൽ ആക്യുറസിയിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇതിൽ പറയുന്ന ഒരു ലെവലുകൾ വരുന്നത്. അപ്പൊ ആ ലെവലുകൾ എത്തുന്ന ഒരു സമയത്ത് എപ്പോഴും മാർക്കറ്റ് ആ ഒരു റേഞ്ച് എപ്പോഴും റെസ്പെക്ട് ചെയ്യും. ഇത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇൻട്രാഡേ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിലാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സ്ട്രെങ്ത് എങ്ങോട്ടാണെന്ന് നോക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തൊട്ട് താഴെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേയിൽ നിലനിൽക്കുന്ന ഒരു സപ്പോർട്ട് വരുന്നത് 37,600. 37,600 ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 37,600 മുകളിലെ ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവ് സെന്റിമെന്റ് നിലനിൽക്കും. ഈ റേഞ്ചിൽ നിന്ന് ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ പെട്ടെന്ന് ഒരു റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ബെൻഡ് ആകുന്ന ഒരു സമയത്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസവും നമ്മൾ ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവൽ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് 37,500 ആണ്. അപ്പോൾ 37,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിന്നിരുന്നത്. അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മൊമെന്റം, ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്താലും പോസിറ്റീവ് സെന്റിമെന്റിൽ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് തിരിച്ചു കയറിയതും ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ്. 37,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി റേഞ്ചിൽ നിന്ന് തിരിച്ചു കയറുന്നത്. അപ്പോൾ പറയുന്ന ഒരു ലെവലുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ഒരു ട്രേഡേഴ്സിനായാലും ഇൻ കേസ് എത്ര ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നവർക്കായാലും അവിടുന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു മൂവ്മെന്റ് പറയുന്ന ഒരു റേഞ്ചിൽ നിന്ന് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. 37,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 37,200 ആണ്. 37,200 ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 37,600 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് നെഗറ്റീവ് ആണ്. അതായത് ഈ സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് നെഗറ്റീവ് ആണ്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും റെഡ് കാൻഡിൽ കാണുമ്പോൾ തന്നെ ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്യുക. വരും ദിവസത്തെ ഒരു മാർക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചായിരിക്കും വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.